നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നടക്കുകയാണ് ഡൽഹിയിൽ. അറസ്റ്റ് ചെയ്ത് നീക്കാൻ NTA പിരിച്ചുവിടണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലാണ് വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ ഉള്ളത്. വലിയ പ്രതിഷേധമാണ് നമുക്കിപ്പോൾ രാജ്യതലസ്ഥാനത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. ഹലോ ഓക്കെ ശരി ശരി. നീറ്റ് ക്രമക്കേടിന് പിന്നാലെ നെറ്റ് പരീക്ഷയും റദ്ദാക്കേണ്ടി വന്നതോടെ കേന്ദ്ര സർക്കാർ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലാണ്. അതിനിടയിലാണ് വിദ്യാർത്ഥി സംഘടനകൾ ഇത്തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നത്. സജു തോമസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സജു, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അക്രമാസക്തമാവുകയാണോ സാഹചര്യം? തീർച്ചയായിട്ടും വലിയ സംഘർഷത്തിലേക്ക് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് പാഞ്ഞെടുക്കുകയും വിദ്യാർത്ഥികളെ ഇവിടെ പോലീസ് ബസ്സുകളിലേക്ക് ബലം പ്രയോഗിച്ച് കയറ്റാൻ ശ്രമം തുടങ്ങിയതോടുകൂടിയാണ് സംഘർഷത്തിലേക്ക് പോയത്. ചെറിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായിരിക്കണം. ഇപ്പോൾ വിദ്യാർത്ഥികൾ, അതായത് പെൺകുട്ടികളടക്കമുള്ളവരെ റോഡിലൂടെ വലിച്ചിഴയ്ക്കുന്ന നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പെൺകുട്ടികളടക്കമുള്ളവർ വീടിന് ഇപ്പോൾ We are demanding that the NTA as an agency should be scrapped immediately. The minister, education minister, has accepted the failure. We want him to resign immediately. The BJP government has to take responsibility for putting the lives of the students into risk. Thousands of students have spent thousands of money to go to centers, travel across and give examination. Their admission lies pending because NTA has not been able to conduct UGC NET examination. What we are demanding is transparency in examinations, resignation of the education minister and scrapping of NTA as a body. The students are protesting for a basic demand. We are being brutally assaulted by the Delhi police here. The education minister himself has accepted the failure. Then why are being students beaten up inside the capital when we are raising the same demand that transparency should be there in examinations? Yes, we have been detained by the Delhi police on the orders of the education minister. We had come here just to give our memorandum to demand for a transparent system in examination, and they are denying to even hear us out. വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഏറ്റവും വലിയ നീതികേടാണ് കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോദി സർക്കാർ ഭരിക്കുന്ന ഈ ഭരണകൂടത്തിന്റെ കാലയളവിൽ വിദ്യാർത്ഥികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ നീതികേടാണ്. ആ നീതികേടിനെതിരെ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനം സമരത്തിനിറങ്ങുമ്പോൾ ആ സമരത്തിനെ പോലീസിനെ പട്ടാളം ഉപയോഗിച്ച് നരേന്ദ്രമോദി നേരിട്ടാൽ, സംഘപരിവാർ ഭരണകൂടം നേരിട്ടാൽ, ആ കരുത്തിനെ SFIയുടെ സമരശക്തി നേരിടും. ഞങ്ങളത് ജയിലിൽ അടിച്ചാലും മർദ്ദിച്ചാലും ഞങ്ങൾ വീണ്ടും ഉയർന്നു വരും. ഈ സമരം ഈ തെരുവിൽ തുടരുക തന്നെ ചെയ്യും. സജു, വലിയ സമരത്തിനാണ് ഇപ്പോൾ SFI ഇപ്പോൾ മുതിർന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും ഐഷി ഘോഷ് ഇപ്പോൾ പ്രധാനമായിട്ടും സൂചിപ്പിക്കാൻ ശ്രമിച്ചത് മനഃപൂർവ്വമായിട്ട്, അതായത് മെമ്മോറാണ്ടം നൽകാൻ വേണ്ടി വന്ന വിദ്യാർത്ഥികളെ മനഃപൂർവ്വം വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മനഃപൂർവ്വം റോഡിലൂടെ വലിച്ചിഴയ്ക്കുന്നു. പെൺകുട്ടികളടക്കം റോഡിലൂടെ വലിച്ചിഴച്ച് പോലീസ് വണ്ടിയിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ്. ഇതിനെതിരെ വലിയ പ്രതിഷേധവുമായി മുൻപോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യാലയത്തിന് മുൻപിൽ വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. കൂടുതൽ പോലീസ് സേന ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പോലീസിനെയും പട്ടാളത്തെ ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് ഇപ്പോൾ ഐഷി ഘോഷ് അടക്കമുള്ളവർ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. ഇതിപ്പോൾ അവർ ഏറ്റവും പ്രധാനമായിട്ടും ആരോപിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ അടിച്ചമർത്തുന്ന നടപടിയിലേക്ക് പോകുന്നതെന്നാണ് പ്രധാനമായിട്ടും വ്യക്തമാക്കിയിരിക്കുന്നത്. അമൃത, നീറ്റ് ക്രമക്കേടിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഡൽഹിയിൽ നടക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യാലയത്തിന് മുന്നിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിക്കുകയാണ്. NTA പിരിച്ചുവിടണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.